ജമ്മുകശ്മീരിൽ കനത്ത മഴ തുടരുകയാണ്. അതിർത്തി ജില്ലകളായ പൂഞ്ച്, രജൌരി എന്നിവിടങ്ങളിലാണ് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ 11 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ഫയർഫോഴ്സ്, NDRF എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് അമർനാഥ് യാത്ര, തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, മരണക്കണക്ക് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട്? റോഷ്നി, ജമ്മു കാശ്മീരിലെ പൂഞ്ച്, രജൌരി എന്നിവിടങ്ങളിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയും മിന്നൽപ്രളയവും വലിയ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടാക്കിയത്. വ്യാഴാഴ്ച വരെ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴയിൽ വലിയ തരത്തിൽ മിന്നൽപ്രളയങ്ങൾ ഉണ്ടാവുകയും 11ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിൽ NDRFന്റെയും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടെ തുടരുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വലിയ ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് വീടുകൾ തകർന്നത്, വാഹനങ്ങൾ ഒലിച്ചു പോയത്, വലിയ തരത്തിൽ വെള്ളപ്പൊക്കം, ചമോലി അടക്കമുള്ള ഇടങ്ങളിൽ നദിയൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം അടക്കം ഉണ്ട്. നദീതീരത്ത് നിന്ന് നൂറുകണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാണാതായ ആളുകളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയും ചെയ്യുന്നു. സൈന്യം അടക്കം ശക്തമായ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത് എന്ന വിവരമാണ് ഉള്ളത്. എന്നാലും ഇന്നിപ്പോൾ മഴ പെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. റോഡുകൾ, പ്രത്യേകിച്ച് സംസ്ഥാന പാതകൾ, ദേശീയപാതകളൊക്കെ അടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഈ പറഞ്ഞ അതിർത്തി ജില്ലകളിൽ കാണാൻ കഴിയുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഒപ്പം നാഗാലാൻഡിലും ഇന്നലെ മോണിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അവിടെ 6 പേർക്ക് ഇന്നലെ ജീവൻ നഷ്ടപ്പെടാണ്. 15 വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണ് വീണത്. അവിടെയും ചില ആളുകൾ കണ്ടെത്താനുണ്ട് എന്ന വിവരമാണ് ഉള്ളത്. ദില്ലി അടക്കമുള്ള, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള ഇടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണെങ്കിലും ഇന്നും ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് മുന്നറിയിപ്പ്. മഴ ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കിയ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയും ചെയ്യുന്നു. മരണസംഖ്യ ഒരുപക്ഷെ ജമ്മു കാശ്മീർ ഉയർന്നേക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സാഹചര്യം അവിടെ നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അടിയന്തര സഹായം അടക്കം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇന്ന് ഇപ്പോൾ ശക്തമായ മഴ ജമ്മു കാശ്മീരിലെ പൂഞ്ച്, രജൌരി അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും മഴ കനത്താൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും എന്ന വിവരം അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ശരി, നോബിൾ മാരിക്കാരനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.